കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ഭരണഘടനയായി കമ്മ്യൂണിസ്റ്റ് ലീഗിന്റെ ഭരണഘടനയായി 1848 ലണ്ടൻ ലൈബ്രറിയിൽ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും രൂപകൽപ്പന ചെയ്തതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. വളരെ വലിയ അത്ഭുതപരമായ ഒരു കാര്യം, ലോകത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നിലവിൽ വന്നത് ഇംഗ്ലണ്ടിലാണ്, ലണ്ടനിലാണ്. എന്നാൽ തൊഴിലാളി വർഗ സമര വിപ്ലവത്തിന് ഒരു സ്വാധീനവും ഇന്ന് വരെ ഈ ലണ്ടനിലോ ഇംഗ്ലണ്ടിലോ നേടാൻ കമ്മ്യൂണിസത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവോ? കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ചിന്തകൾ അന്നും ഇംഗ്ലണ്ട് ക്യാപിറ്റലിസ്റ്റ് ചേരിയില്ല, ഇന്നും ഇംഗ്ലണ്ട് ക്യാപിറ്റലിസ്റ്റ് ചേരിയിലാണ്, കമ്മ്യൂണിസ്റ്റ് ചേരിയിലല്ല. കമ്മ്യൂണിസ്റ്റ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന കമ്മ്യൂണിസ്റ്റ് തിയറി അഥവാ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 ഏകദേശം 157 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലണ്ടൻ ലൈബ്രറിയിൽ നിന്നാണ്. ഇന്നുവരെ ആ പ്രദേശങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നിലവാരം, ഒരു കമ്മ്യൂണിസ്റ്റ് വർഗ സമര സൈദ്ധാന്തികത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് ഇതിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിന്റെ ദൗർഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത് കമ്മ്യൂണിസം സ്വപ്നമാണ് എന്നാണ്. ഇസ്ലാം യാഥാർത്ഥ്യം. വളരെ ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ മനുഷ്യർ ബുദ്ധിയുള്ളവർ ആലോചിക്കണം. ഇസ്ലാം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് നബിയെ പറ്റി പറഞ്ഞ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുന്നല്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നോക്ക്, നിങ്ങൾ വളരെ ചിന്തിക്കണം. ഈ ഒരാശയം കൊണ്ട് കമ്മ്യൂണിസത്തോടും ഗാന്ധിസത്തോടും മുഴുവൻ ഇസ്ലാം എതിരാവുക. ഗാന്ധിസം ഒന്നും നടപ്പാക്കാത്ത കാര്യം, നടപ്പിലാവാത്ത കാര്യമാണ് ഗാന്ധിസം. നടപ്പിലാവുകയല്ല. ഈ ഭൂമിയുടെ ശൈലി അതിനെതിരാണ്. ഗാന്ധി വലിയ മനുഷ്യൻ തന്നെയാ, നമ്മുടെ രാഷ്ട്രപിതാവാ. പക്ഷെ അതുകൊണ്ട് പറഞ്ഞത് മുഴുവൻ സത്യമായിക്കൊള്ളുന്നില്ലല്ലോ. ഗാന്ധിസം നടപ്പിലാക്കാത്ത ഒരു കാര്യമാണ്. ഗാന്ധിസം നടപ്പിലാകുന്നില്ല എന്നതിന് തെളിവ് ഗാന്ധി തന്നെയാണ്. കാരണം അഹിംസക്ക് വേണ്ടി വാദിച്ചവൻ ഹിംസയിലൂടെ മരിച്ചു. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഗാന്ധി സ്വാഭാവികമായി മരിക്കുകയും നെഹ്റു വെടികൊണ്ട് മരിക്കുകയും ചെയ്യുകയാണെങ്കിലും ഗാന്ധിസത്തിന് തെളിവുണ്ടായിരുന്നല്ലോ. സത്യത്തില് നോക്കൂ, നിങ്ങൾ ഭരണാധികാരിയാണല്ലോ. സത്യത്തില് എന്തെങ്കിലും ഒരു അക്രമത്തിന് ഇരയാകേണ്ട ആള് ഭരണാധികാരിയല്ലേ. നെഹ്റു നല്ല നിലക്ക് പായ കിടന്ന് മരിച്ചു, ഗാന്ധിയോ? നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഗാന്ധി മരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല, ഗാന്ധി ഒരിക്കലും മരിക്കരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇന്ത്യ രാജ്യത്തെ ഗാന്ധിമാർ മരിക്കരുത്. കാരണം എന്തുകൊണ്ട്? ഈ രാജ്യത്തെ സുസ്മിതാ സെന്നിനോട് ഒരാൾ ചോദിച്ചു, സൗന്ദര്യപട്ടം വാങ്ങിയ സുസ്മിതാ സെന്നിനോട് ഒരിക്കൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുച്ചപ്പോൾ ചോദിച്ചു എന്ന് പത്രങ്ങളിലുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞുപോയ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ സുസ്മിതാ സെൻ പറഞ്ഞ മറുപടി ഇന്ദിരാഗാന്ധിയെ ജീവിപ്പിക്കും എന്നാണ്. എന്നതുപോലെ ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും മടങ്ങി വരികയാണെങ്കിൽ ഗാന്ധി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് തന്നെയാണ് ഞാൻ. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല, അത് നടപ്പുള്ള കാര്യമല്ല, അത് ഭൂമിയുടെ സംഹിതക്ക് എതിരാണ്. ഗാന്ധിസം നടക്കൂല എന്നുള്ളതിന് തെളിവ് ഗാന്ധി തന്നെയാണ്. കാരണം അഹിംസക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ മരിച്ചത് ഹിംസയിലൂടെയാണ്. വളരെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത് പ്രകൃതിയുടെ പാഠമാണ്. അല്ലെങ്കിൽ ഗാന്ധി അങ്ങനെ മരിക്കേണ്ടതില്ല. ആ അർദ്ധനഗ്നൻ ഭൂമിയിലെ നന്മക്ക് വേണ്ടി ഓടി നടന്നു എന്നൊക്കെയാണല്ലോ ചരിത്രം. ഒരു നിലക്കതൊക്കെ ശരിയും തന്നെയാണല്ലോ. അപ്പൊ ആ നിലയിൽ ആ മനുഷ്യൻ സത്യത്തില് പായെ കടന്ന് മരിക്കേണ്ട ആളാ. എന്തെങ്കിലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്രമിച്ചിട്ടുള്ളത് ഒരു നിലക്ക് ആവശ്യമാണെങ്കിൽ പോലും നെഹ്റുവാ. അപ്പോൾ ഈ പരിപാടി ഇക്കൊണ്ട വെടി ഒരു നിലക്ക് ചരിത്രത്തിൽ നെഹ്റുവിന് വെടി കൊള്ളണമെന്ന് എനിക്കുണ്ടായിട്ടല്ല, ഞാൻ തിരിച്ചങ്ങോട്ടും കോലം മറിക്കാണ്. പക്ഷേ വെടി ആർക്കാ? ഗാന്ധിക്കാണ്. എന്തുകൊണ്ട്? അത് ഈ ഭൂമിയിൽ നടക്കുകയില്ല. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പുള്ള കാര്യമല്ല, അത് നടക്കില്ല.
പാർത്ഥനോട്, തേരിൽ വിഷണ്ണനായിരിക്കുന്ന അർജുനനോട്, വില്ലാളിവീരനായ അർജുനനോട്, തന്റെ ദ്രോണാചാര്യനല്ല ഗുരുനൂതനോട് വില്ലുകുലക്കുന്ന കാര്യത്തിൽ മടിച്ചു നിൽക്കുന്ന സമയത്ത് അർജുനനോട്, കുന്തിദേവിയുടെ പുത്രനായ അർജുനനോട് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്ന ഉപദേശമാണല്ലോ സത്യത്തിൽ ഗീതയുടെ തുടക്കവാചകമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അഥവാ കൊള്ളലും കൊടുക്കലും സംഹാരവും സൃഷ്ടിയും നശിക്കലും ഉത്ഭവവും നിർമ്മാണവും സംഹാരവും ഇതൊക്കെ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ്. അസ്തമയത്തിൽ നിന്ന് ഉദയമുണ്ടാകുന്നു. നമ്മൾക്ക് അസ്തമിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് ഉദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കുതിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അസ്തമിക്കുന്നു. ഇത് പ്രകൃതിയാണ്, അതിനെതിരെ പറയുക സാധ്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സത്യത്തിൽ അതൊക്കെ സ്വപ്നമാണ്. ഇസ്ലാം സ്വപ്നമല്ല, ഇസ്ലാം യാഥാർത്ഥ്യമാണ്. കാറൽ മാക്സിന് 1800 കമ്മ്യൂണിസ്റ്റ് വേൾഡ് ലീഗിന് വേണ്ടി അല്ലെങ്കിൽ ഇന്റർനാഷണൽ മെൻസ് അസോസിയേഷന് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കിയ, അങ്ങനെ മാനിഫെസ്റ്റോ എഴുതിയ കാറൽ മാക്സിന് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം പുലർന്നിട്ട് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും മാനിഫെസ്റ്റോ പ്രാവർത്തികമായി കണ്ട് മരിക്കാനുള്ള ഭാഗ്യം പടച്ചതമ്പുരാൻ കൊടുത്തതല്ല. ഇത് തമാശയല്ല, ഇത് നിഷേധിക്കാൻ കഴിയാത്ത പരമാർത്ഥമാണ്. അതിനപ്പുറം വലിയ അപകടം ഉണ്ടായത് ഇയാൾ പ്രവചിച്ചു വെച്ചതാകട്ടെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം ജർമ്മനിയിൽ അധികാരത്തിൽ വരും എന്നാണ്. ജർമ്മനിയിൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് സമൂഹം അധികാരത്തിൽ വന്നിട്ടില്ല. ചരിത്രപരമായി കാറൽ മാക്സിന് ഭീമമായ അബദ്ധങ്ങൾ പിണഞ്ഞുപോയി. എന്തുകൊണ്ട്? അതിന് നമ്മൾ കുറ്റം പറയണില്ല. നമ്മൾ പറയുന്ന ഖുലിഖൽ ഇൻസാൻ ലഈഫാ, കമ്മ്യൂണിസം ഉണ്ടാക്കിയവൻ ലഹീഫായ മനുഷ്യനാണ് എന്നതാണ്. അതിന് ദൈവിക നിയമങ്ങൾക്ക് പകരമായ പരിവേഷം കൊണ്ടുവന്ന മനുഷ്യനാണ് സത്യത്തിൽ ആക്രമി. അത്രേ പറയാൻ കഴിയുള്ളൂ. ഞാനൊക്കെ സയൻസ് ക്ലാസ്സിൽ സത്യത്തിൽ തല കുമ്പിട്ടിരുന്നവനാ. എന്തുകൊണ്ട്? ഞാൻ സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ലാമാർക്കിന്റെയും ചാൾസ് ഡാർവിന്റെയും ഒക്കെ എവല്യൂഷൻ തിയറി അധ്യാപകന്മാരുടെ ഒരല്പമൊക്കെ നിരീശ്വരത്വമുള്ള അധ്യാപകന്മാരുടെ നാവിൻ തുമ്പിലെ വേദമായിരുന്നു. അന്ന് എന്റെ കൂട്ടത്തിൽ എന്റെ വാപ്പ ഒരു മുസ്ലിയാരാണ്. അപ്പൊ കുറച്ചൊക്കെ തല മൊട്ടയടിച്ചിട്ടേ സ്കൂളിൽ വിടുള്ളൂ. ഈ എവല്യൂഷൻ തിയറി ഒക്കെ പഠിപ്പിക്കുമ്പോ ആ കൂട്ടത്തിൽ ഇന്ന നോക്കിയിട്ട് ആ ക്ലാസ് എടുക്ക മാഷ്, അങ്ങനത്തെ ഒരു വികൃതി കൂടി എന്റെ മാഷക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ മാഷക്ക് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. കാരണം ഞാനൊരു മുസ്ലിയാര മകനാണ് എന്ന് മാഷക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോൾ എന്റെ താടി നീട്ടിയ തലയെ കെട്ടിയ വാലിട്ട തലയെ കെട്ടിയ വാപ്പയാവും സ്കൂളിൽ രക്ഷകർത്താക്കൾ ആവശ്യത്തിന് വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് വരിക. അപ്പൊ ഇയാളൊരു മുസ്ലിയാര മകനാണ്, ഇത് തനി ഫണ്ടമെന്റലിസ്റ്റ് ആണ് എന്ന് എന്റെ അധ്യാപകന് നിറഞ്ഞ ബോധമുണ്ടായിരുന്നു. അക്കാലത്തെ ദൈവിക സംഹിതയായിരുന്നു ചാൾസ് ഡാർവിന്റെയും ലാമാർക്കിന്റെയും ഒക്കെ എവല്യൂഷൻ തിയറി. ഇന്നരെവിടെ പോയി? അതുണ്ടാക്കിയ അഹ്ലുൽ ഖർബ് അതിനെ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിലാണ് മൂടിയത്. ഇനി അതിനെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ മൂടി. മാനുഷികമായ നിയമങ്ങളെ ദൈവിക നിയമങ്ങൾക്ക് പകരം കൊണ്ടുവരുന്ന മനുഷ്യൻ ധിക്കാരിയാണ്. കാരണം ഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യൻ ബലഹീനനാണ് എന്ന യാഥാർത്ഥ്യം. എന്നാൽ അന്വേഷിച്ചൂടെ? മനുഷ്യന് അന്വേഷിക്കാം, പക്ഷേ ദൈവിക നിയമത്തിന്റെ താഴെ മാത്രം. അതിനോട് മത്സരിക്കാൻ അവന് യോഗ്യതയില്ല. കാരണം അവൻ അപൂർണനാണ്. അല്ലാഹു ആകട്ടെ പൂർണ്ണനും യോഗ്യനുമാണ് എന്ന യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കണം. ഇതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചിട്ടുള്ളത്. ചരിത്രപരമായ അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ചരിത്രപരമായ സത്യത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ ഒരു വകഭേദം തന്നെയാ. സമ്പത്താണ് കമ്മ്യൂണിസത്തിന്റെ ആധാരം. ഈ ഭൂമി എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, മനുഷ്യൻ ഇവിടെ എങ്ങനെ ജീവിക്കണം എന്ന് പറയാനുള്ള ഒരു നിയമ സംഹിത കമ്മ്യൂണിസത്തിന്റെ കയ്യിൽ ഇല്ല തന്നെ. കാരണം കമ്മ്യൂണിസത്തിന്റെ ആധാരം സമ്പത്താ. സമ്പത്ത് ആരെ കയ്യിൽ നിൽക്കണം എന്ന കാര്യത്തിലെ മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിൽ തർക്കമുള്ളൂ. നിങ്ങൾ വളരെ ചിന്തിക്കണം. മുതലാളിത്തവും കമ്മ്യൂണിസത്തിന്റെ ബേസ് ഒന്നാ, ഒറ്റ ബേസാ. മുതലാളിത്തത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും ബേസ് ധനമാണ്. അത് വ്യക്തിയുടെ കൈവശം നിൽക്കണമെന്ന് മുതലാളിത്തം പറയുമ്പോൾ പൊതു ഉടമസ്ഥതയിൽ ലഭിക്കണമെന്ന കാര്യം കമ്മ്യൂണിസം പറയുന്നു എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധനം സമൂഹത്തിന്റെ അന്തർഘടനയല്ല, ബാഹ്യ ഘടനയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. പോയിന്റ് നമ്പർ 1, ഒരിക്കലും കമ്മ്യൂണിസവും ഇസ്ലാമും യോജിക്കുന്ന പ്രശ്നം ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
എന്തുകൊണ്ട്? ഒന്നിന്റെ അന്തർഘടന മറ്റതിന്റെ ബാഹ്യഘടനയും, ഒന്നിന്റെ ബാഹ്യഘടന മറ്റതിന്റെ അന്തർഘടനയുമാണ്. ഇസ്ലാമിൽ ധനത്തിന് ബാഹ്യഘടന അന്തർഘടനയില്ല. ഒമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ എന്നാ പറഞ്ഞത്. ഇസ്ലാമും കമ്മ്യൂണിസം യോജിക്കും ഒരിക്കലും ആ പ്രശ്നം ഉണ്ടാവണില്ല. അത് നടക്കാത്ത കാര്യമാണ്. ഇരുട്ടും വെളിച്ചവും യോജിക്കുമോ എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾ എങ്ങനെ അർത്ഥം വെച്ചാലും വേണ്ടില്ല, നടപ്പുള്ള കാര്യമല്ല. ആധുനിക കാലത്തെ ചില പണ്ഡിതന്മാരൊക്കെ കമ്മ്യൂണിസത്തെയും ഇസ്ലാമിനെയും യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അത് അവരുടെ പുതിയ ചില വ്യായാമങ്ങളുടെയും ചൂഷണത്തിന്റെയും ഭാഗമാണ്. അല്ലെങ്കിൽ മതം അവർക്ക് അറിയാതെ പോയതിന്റെ ഭാഗമാണ്. അവർക്ക് എന്താ അഞ്ജനമെന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെ താടി നീട്ടിയോണ്ട് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല, തലയെ കെട്ടിയോണ്ട് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി തലയെ കെട്ടും താടിയുള്ളവർക്ക് വിവരം ഉണ്ടാവില്ലാന്നില്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ താടി തലയെ കെട്ടൊന്നും വിവരത്തിന്റെ മാനദണ്ഡമല്ല. പണ്ഡിതന്മാരിൽ ചില പണ്ഡിതന്മാർ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. കമ്മ്യൂണിസത്തെയും ഇസ്ലാമിനെ യോജിപ്പിക്കാനുള്ള ചില വ്യായാമങ്ങൾ അടുത്ത കാലഘട്ടത്തിൽ നടത്തിയത് ഒന്നിരിക്കൽ അവർ മതം കൊണ്ട് ചില ചൂഷണങ്ങൾ ഉദ്ദേശിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ മതം തന്നെ അവർക്ക് അറിയാതെ പോയത് കൊണ്ടാണ്. അതല്ലാത്തൊരു നിർവാഹമില്ല. എന്തുകൊണ്ട്? ഒന്നിന്റെ അന്തർഘടന മറ്റതിന്റെ ബാഹ്യഘടനയും, ഒന്നിന്റെ ബാഹ്യഘടന മറ്റതിന്റെ അന്തർഘടനയുമാണ്. സമ്പത്ത് അതാണ് അന്തർഘടന. കമ്മ്യൂണിസം ആകട്ടെ ക്യാപിറ്റലിസം ആകട്ടെ അതിന്റെ അന്തർഘടന സമ്പത്താണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്തർഘടന തൗഹീദാണ്, പ്രപഞ്ചമാണ്. ഹബീബായ മുഹമ്മദ് നബി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഉസ്സിസത്തിസ് സമാവാതു വൽ അർദു അലാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു ഈ ലോകത്തിന് ഉണ്ടാക്കിയതല്ലാതെ മുതലിന്റെ മേലല്ല. മുതൽ അൽ മാലു വൽ ബനൂന സീനത്ത്. സീനത്ത് എന്നാണ് എന്താ അർത്ഥം? സീനത്ത് പറഞ്ഞാൽ ഉള്ളിലുള്ളതല്ല, പുറത്തുള്ള അസ്തിത്വത്തിനെ നിലനിർത്തുന്ന കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്തതാ സീനത്ത്. ഇതാ ഈ ചുമരിന്റെ അസ്തിത്വം കല്ലാണ്, അതാണ് അതിനെ നിലനിർത്തുന്നത്. എന്നാൽ അതിന്റെ പുറത്ത് ചില വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണം കേവലം കാണുമ്പോ രസമുണ്ട് മാത്രം. ഇതതിന്റെ ബാഹ്യഘടനയാണ്, സീനത്ത. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതതിന്റെ സീനത്ത. ഇത് വെളുത്തത് കൊണ്ട് ഇത് നിലനിൽക്കും, അങ്ങനെ പറയാൻ പറ്റുമോ? മനസ്സിലായില്ല. ഈ ചുമര് വെളുത്തത് കൊണ്ട് നിലനിൽക്കുമെന്നൊരാൾ വാദിച്ചാൽ അവനല്ലേ വിഡ്ഢികളുടെ മഹാരാജാവ്. വെളുത്തത് കൊണ്ട് ഈ ചുമര് വെളുത്തോണ്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അവനല്ലേ വിഡ്ഢി. സത്യത്തിൽ ഇസ്ലാം ബാഹ്യഘടനയായിട്ടാണ് ധനത്തെ പറഞ്ഞത്. അൽ മാലു വൽ ബനൂന സീനത്ത്. ഈ ചുമരിന് വെണ്മ ഏതുപോലെയാണോ അത്ര പ്രധാനം മാത്രമേ ഉള്ളൂ മാലിന് ഇസ്ലാമിൽ. എന്നാൽ ആവശ്യം തന്നെയാണ്. കാരണം സീനത്ത് വളരെ അനിവാര്യമാണ്. എക്കാലത്ത് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയത് സീനത്തിനെ അന്തർഘടനയാക്കിയവരാ. മുസ്ലിം സമുദായത്തിൽ തന്നെ തീരെ പടച്ചോനെ പേടില്ലാത്തവരാരാ? ബാഹ്യഘടനയെ അന്തർഘടനയാക്കിയവരാ. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. ഇസ്ലാം മതത്തിന് തന്നെ പറയാ നമ്മുടെ മഹല്ലിൽ തീരെ പടച്ചോനെ പേടില്ലാത്ത ആളാരാ? ബാഹ്യഘടനയെ അന്തർഘടനയാക്കിയവൻ ആരാ? എന്താ ബാഹ്യഘടന? ധനം. അതിനെ അന്തർഘടനയാക്കി. അവന് പടച്ചോനേക്കാൾ വലിയ താല്പര്യം എന്തിലായി? ധനത്തിലായി. ഖലാസ്. ഇതന്നെയാ വിഷയം. കമ്മ്യൂണിസവും ഇസ്ലാമും യോജിക്കോ? ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാവും ചോദ്യം ചോദിക്കാൻ. ചോദിച്ചോളൂ, ചോദ്യമൊക്കെ ഇനി ചോദിച്ചോളൂ. പക്ഷേ ചോദ്യം ചോദിച്ചാലും ചോദിച്ചിട്ടില്ലെങ്കിലും യോജിക്കണ പ്രശ്നം ഇല്ല. ഒന്ന് അവസാനിക്കുമ്പോഴാണ് മറ്റത് തുടങ്ങുന്നത്. ഒന്നിന്റെ അടിസ്ഥാനം, ഒന്നിന്റെ അസ്തിത്വം ധനമാണ്. മറ്റത് ധനത്തിന് വളരെ അവസാനത്തെ പ്രാധാന്യം. സീനത്ത് അവസാനത്തെ പ്രാധാന്യം നൽകുന്നുണ്ട്, പക്ഷെ അവസാനത്തെ പ്രാധാന്യം മാത്രം. ഇതാണ് സ്ഥാനം. വളരെ ചിന്തിക്കണം. അപ്പോൾ സാമ്പത്തികമായ സോഴ്സാണ്, സാമ്പത്തികമായ ഗമനങ്ങളാണ്, അതിന്റെ പോക്കുവരവാണ്, അതിന്റെ സർക്കുലേഷനാണ് കമ്മ്യൂണിസത്തെ ഉണ്ടാക്കിയത്. അത് കാലഹരണപ്പെടുമെന്ന കാര്യം ഉറപ്പാ. എന്തുകൊണ്ട്? സാമ്പത്തിക ഘടന നാഗരികതകൾക്കനുസരിച്ചാണ്. നാഗരികതകൾക്കനുസരിച്ച് ധനത്തിന്റെ സോഴ്സുകൾ വ്യത്യാസപ്പെടും, അപ്പോൾ സമ്പൽഘടനയും വ്യത്യാസപ്പെടും. അപ്പോൾ ഒരു കാലത്തെ സമ്പൽഘടന ആയിരിക്കില്ല അടുത്ത ജനറേഷന്റെ സമ്പൽഘടന. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ അസ്തിത്വം തകരില്ല. തൗഹീദ്, പ്രപഞ്ചത്തിന്റെ ആണിക്കല്ല് തകരില്ല. സമ്പൽഘടന വ്യത്യാസപ്പെടുമല്ലോ.
വ്യത്യാസപ്പെടും. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പർക്കങ്ങളുടെ അടിസ്ഥാന സോഴ്സ് കൃഷിയായിരുന്നു. ഇന്നത് ഗൾഫ് വരുമാനമാണ്. നാഗരികതയുടെ പുതിയ രൂപങ്ങളും ഭാവങ്ങളും സിവിലൈസേഷനൊക്കെ രൂപഭാവങ്ങൾ സംഭവിച്ചപ്പോൾ അതിനനുസരിച്ച് ധനത്തിന്റെ സോഴ്സുകൾ വ്യത്യാസപ്പെട്ടു. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ജീവിത ശൈലിയല്ല ഇന്നത്തെ ജീവിത ശൈലി. അതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചു പോയ ഏറ്റവും വലിയ അബദ്ധം. കമ്മ്യൂണിസം അന്തർഘടനയെ ബാഹ്യഘടനയെ അന്തർഘടനയാക്കി എന്നുള്ളതാണ്. അതിനല്ലാതെ പറയാൻ കഴിയില്ല. ഇനി അതിന്റെ ബാഹ്യഘടനയെ ബാഹ്യഘടനയാക്കിയിട്ട് അന്തർഘടനയെ അന്തർഘടനയാക്കിയാലോ അപ്പോൾ അത് മതം തന്നെ ഇനി പറയാം. അപ്പോൾ കമ്മ്യൂണിസം എന്ന ഒരു കാര്യം ഉണ്ടാവുന്നില്ല. അപ്പൊ കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസം ആവണമെങ്കിൽ മതത്തോട് എതിർക്കാതെ ഒരു നിലക്കും അതിന് നിലകൊള്ളുക സാധ്യമല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന മലയാളത്തിലാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. കമ്മ്യൂണിസം ഇസ്ലാമും തമ്മിൽ യോജിക്കുന്ന ഒരു കാര്യവും ഒരു സാഹചര്യവും നമ്മൾ കാണുന്നത് ഇല്ല. ധർമ്മത്തെ കുറിച്ച് കമ്മ്യൂണിസത്തിൽ ചർച്ചയില്ല. ധർമ്മത്തെക്കുറിച്ച് കമ്മ്യൂണിസത്തിൽ ചർച്ചയില്ല. മോഷണത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഫെഡറലിക്ക് എംഗൽസ് പറഞ്ഞത് എല്ലാവർക്കും ധനമുണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ഭ്രാന്തനല്ലാതെ മോഷ്ടിക്കുമോന്ന. മനസ്സിലായില്ല? നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ? എല്ലാവരും ഒരുപോലെയായ ഒരു സമൂഹത്തിൽ ഒരു ഭ്രാന്തന് മാത്രമേ മോഷ്ടിക്കാൻ തോന്നുള്ളൂ. മോഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഫെഡറിക് എംഗൽസ് പറഞ്ഞത് ധനം എല്ലാവർക്കുമായ ഒരു സൊസൈറ്റിയിൽ ഒരു ഭ്രാന്തനല്ലാതെ മോഷ്ടിക്കൂല. ഇതിന് രണ്ടബദ്ധങ്ങളുണ്ട്. ഒന്ന്, ധനം എല്ലാവർക്കുമായ ഒരു കാലഘട്ടം വരണം. അതിന് ഉട്ടോപ്യൻ സാമ്രാജ്യം എന്ന് പറയും. അത് നടപ്പാകാത്ത കാലമാണ്. അത് നടക്കില്ല. സ്വപ്നം കാണാം. റഹ്മത്തുള്ള മൗലവിക്ക് സ്വപ്നം കാണാലോ. ഖുർആൻ ക്ലാസ് ഒക്കെ ഇപ്പൊ നല്ലോണം ഉഷാറായി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലൊക്കെ വല്ല സ്ഥലത്തൊക്കെ ഇപ്പോ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു MP ആവാനോ MLA ആവാനോ സാധ്യതയുണ്ട്. നീ MLA സ്ഥാനത്തിൽ തോറ്റുപോയാൽ രാജ്യസഭാ MP എങ്കിലും ആക്കുകയും ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാലോ. വയറിലൊക്കെ ഉഷാറായി ഞാൻ MLA പണിക്ക് നിന്നാൽ തന്നെ തോറ്റാലും പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്നെ എങ്ങനെ രാജ്യസഭയ്ക്ക് നിങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് രാജ്യസഭയിൽ. അപ്പൊ പിന്നെ എനിക്ക് അടുത്ത ചിന്ത ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട്. ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട്. എല്ലാം സാധ്യതയുണ്ടല്ലോ. പക്ഷെ നടപ്പാവുന്ന കാര്യമാണത്. റഹ്മത്തുള്ള മുസ്ലിയാർ ജീവിതത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആവാൻ മിക്കവാറും ഈ നിലവാരത്തിൽ പോവുകയാണെങ്കിൽ നടപ്പാവാത്ത കാര്യമാണ്. പക്ഷെ സ്വപ്നം കാണാൻ എന്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്നതായിട്ട് സ്വപ്നം യാഥാർത്ഥ്യമാകും മനുഷ്യര്. ഇതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചു പോയ അബദ്ധം. ധനം എല്ലാവരുടേതുമായ ഒരു സൊസൈറ്റിയിൽ ഒരു ഭ്രാന്തനല്ലാതെ മോഷ്ടിക്കൂല. അതിന് അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നുണ്ട്. പോയിന്റ് നമ്പർ 2, തിന്മ എന്ന കാര്യം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായി കുടികൊള്ളുന്നതാണ്. തിന്മ ഭൗതിക സാഹചര്യം ഇല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ മനസ്സിൽ അടിസ്ഥാനപരമായി കുടികൊള്ളുന്നതാണ്. അത് കണ്ടല്ലോ. ധനം മുഴുവനും പൊതുമേഖലാ ഉടമസ്ഥതയിൽ കൊണ്ടുവന്നല്ലോ. ലക്ഷക്കണക്കായ മനുഷ്യരെ നരമേധം നടത്തിയിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ മതപരമായ യുദ്ധങ്ങളെക്കാൾ കൂടുതൽ ആളെ കൊന്നിട്ടുള്ളത് കമ്മ്യൂണിസമാണ്. പൊതുമേഖല എന്തിന് ചക്രവർത്തിമാരുടെ ഭരണത്തിന്റെ കീഴിൽ നിന്ന് റഷ്യൻ ജനതയെ മോചിപ്പിക്കൂ എന്ന വ്യായാമം കമ്മ്യൂണിസം ചെയ്തപ്പോൾ അതിനുവേണ്ടി 1,00,000 ആളുകൾ മരിച്ചു. എന്നാൽ കമ്മ്യൂണിസത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ധനം പൊതുമേഖലാ ഉടമസ്ഥതയിൽ കൊണ്ടുവരാൻ വേണ്ടി 6,00,000 ജനങ്ങളെയാണ് വ്ളാഡിമിർ ലെനിന് കുരുതി കൊടുക്കേണ്ടത് എന്ന് ലോക ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. എന്നിട്ടോ പൊതുമേഖലാ സ്ഥാപനത്തെ ഉടമസ്ഥതയിൽ കൊണ്ടുവന്നു. എന്നിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസം എന്ന ഒരു സാമ്രാജ്യ സൊസൈറ്റി ലഭിച്ചതിന് ശേഷം ക്രൂസ്ചേവ്, സ്റ്റാലിൻ എന്നതൊക്കെ ലോകത്തെ അഡോൾഫ് ഹിറ്റ്ലറേക്കാൾ ബെനിറ്റോ മുസോളിനിയേക്കാൾ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരികളും ഏകാധിപതികളുമായി ധനം എല്ലാവരുടേതുമായ ഒരു കാലഘട്ടം കുറച്ചു കാലമെങ്കിലും വന്നല്ലോ. എവിടെ? സോവിയറ്റ് റഷ്യയിൽ. എന്നിട്ടോ കട്ട് മുടിച്ചതല്ലേ സ്റ്റാലിന്റെ ചരിത്രം? ക്രൂസ്ചേവിന്റെ ചരിത്രം, ട്രോട്സ്കിയുടെ ചരിത്രം, എല്ലാവരുടെയും ചരിത്രം. അപ്പൊ ചുരുക്കത്തിൽ നടപ്പിലാകാത്ത സ്വപ്നങ്ങൾ പറഞ്ഞ് മാനസിക രഥ്യ കൊണ്ട് കണക്ക് കൂട്ടിയ ആളാണ് കാറൽ മാർക്സ്. അയാൾക്ക് അതിനെ കഴിയൂ. അയാൾ മനുഷ്യനല്ലേ. അയാളെ പടച്ചോന് പകരമാക്കിയ മലബാരിയാണ് സത്യത്തിൽ ധിക്കാരി എന്ന കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അത് ചെയ്ത മനുഷ്യനാധികാരി.
സത്യത്തിൽ അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയൂ. അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു മാത്രം. സദാചാരത്തെ കുറിച്ച് അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ആത്മാവിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. ആത്മാവിനെ കുറിച്ച് ഒരു ചർച്ച കമ്മ്യൂണിസത്തിൽ ഇല്ല. ഇസ്ലാമിക തിയറി ആകട്ടെ ഏതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആത്മാവ് മഹത്തായ കാര്യമാണ്. ആത്മാവ് വലിയ കാര്യമാണ്. ആത്മാവിന് മഹാസ്ഥാനമുണ്ട്. ആത്മാവിന് ആര് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക അടിത്തറ നശിച്ചു പോയല്ലോ. ഒരു നൂറ്റാണ്ടിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു നൂറ്റാണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1917 അധികാരത്തിൽ കയറിയ സമൂഹം 1990 ആകുമ്പോഴത്തിന് അവരുടെ ജീവന്റെ ഏറ്റവും വലിയ ദൈവമായിരുന്ന വ്ളാഡിമിർ ലെനിന്റെ പ്രതിമകൾ ക്രെംലിനും റെഡ് സ്ക്വയറിലും അവർ ചവിട്ടി തകർക്കുന്ന ചിത്രങ്ങൾ 1990 പത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പലത് നോക്കിയാൽ കാണാൻ കഴിയും. മനുഷ്യർ ആരൊക്കെയാണോ കമ്മ്യൂണിസം വളർത്തിക്കൊണ്ടുവന്നത് അവർ തന്നെ അത് നശിപ്പിക്കുന്ന ചിത്രവും നാം കാണുകയുണ്ടായി. അതാണ് ഇസ്ലാം. അതാണ് ആ സമൂഹ സൊസൈറ്റിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാൻ. റിലിജൻ ഇസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ എന്നാ പറഞ്ഞത്. ഓപ്പിയം ഫോർ ദ പീപ്പിൾ. റിലിജൻ ഈസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ എന്നാ പറഞ്ഞത്. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സും കൂടി എഴുതിയിട്ടുള്ളത്. സത്യത്തിൽ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നിലവാരത്തിലും മതവും ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിൽ യോജിക്കുന്ന യാതൊരു നിലവാരമില്ല. പക്ഷെ ഇവിടെ വലിയ പ്രശ്നം എന്താണെന്നറിയോ? മുസ്ലിമീങ്ങൾ ചിന്തിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന, ഞാൻ നീട്ടുന്നില്ല, പരിമിതമായ സമയം കൊണ്ട് അവസാനിപ്പിക്കും. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുവെങ്കിലും സത്യത്തിൽ അവര് പ്രധാനമായ ശത്രുതയുടെ കോർത്തിൽ നിർത്തിയത് ഇസ്ലാമിനെ മാത്രമാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് അവർ അധ്വാനിച്ചത്. ഇസ്ലാമിനെയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കി. ഞാനൊരു കാര്യം നിങ്ങളോട് ഗൗരവപൂർവം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കി. ഈ വർത്തമാന യുഗത്തിൽ ചിന്തിക്കി. ഇന്ന് ശേഷിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ ചങ്ങാതി ആരാ ഇപ്പൊ ലോകത്ത്? ജൂഡായിസവും ക്രിസ്ത്യാനിറ്റിയും അടങ്ങുന്ന മുതലാളിത്തം. എന്നിട്ട് ഇവർ രണ്ടുകൂടും കൂട്ടിയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇസ്ലാമിനെ എതിർക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആവോ? നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടല്ലോ. ഇസ്ലാമിക ഉദ്യാനതയാണ് ഈ കേരളത്തിൽ തന്നെ. ഒരൊറ്റ രാഷ്ട്രീയം, ഒരു മിനിറ്റ് ഞാൻ പറയാണ്, താൽക്കാലങ്ങളിനോട് ക്ഷമിക്കുക. നീ ക്ഷമിച്ചിട്ടില്ലെങ്കിലും വലിയ വിരോധമൊന്നുമില്ല, പറഞ്ഞതാണ് പറയാണ്. കേരളത്തിൽ തന്നെ സത്യത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഉദ്യാനതയെ, ക്രിസ്ത്യാനിറ്റി മൂവ്മെന്റ്സുകളെ ഇടതുപക്ഷത്തിലേക്ക് ചേർക്കുന്ന കാര്യത്തിൽ രണ്ടു പക്ഷം ചിന്തിക്കാൻ EMS നമ്പൂതിരിപ്പാടിനോ VS അച്യുതാനന്ദനോ തീപ്പൊരിയായ VS അച്യുതാനന്ദനോ പോലും കഴിഞ്ഞിട്ടില്ല. അവർക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഒരു കാലത്ത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് പോലും, സത്യത്തിൽ നാഷണൽ ലീഗ് പോലും ഇടതുപക്ഷത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുക. പുറത്താകത്താണ് ഇപ്പോഴും ചർച്ചയാ. അപ്പൊ ഉദ്യാനത എന്ന രൂപത്തിൽ ഇവിടെ മുസ്ലിമികൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കണം, ഇതെല്ലാവരും ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കണം. സത്യം പറയേണ്ട ആളല്ലേ പണ്ഡിതൻ. ഞാൻ എന്റെ സത്യമല്ലേ പറയേണ്ടത് നിങ്ങളോട്. ഞങ്ങളെ ഇടതുപക്ഷം വലതുപക്ഷം അല്ല പറഞ്ഞത്. നിങ്ങൾ ആരെ കൂടെ നിൽക്കണം എന്നല്ല എന്റെ ചർച്ച. നിങ്ങൾ ആരെ കൂടെ നിന്നാലും അത് ഇന്നെ ബാധിക്കണ കാര്യമല്ല. പക്ഷെ ഇതൊക്കെ പച്ച മലയാളം പോലെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമുക്ക് ചിന്തിക്കണം. ഇവിടെ വർഗീയത എന്ന പേരിൽ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിക ശൈലിയെയും ഇസ്ലാമിക സംസ്കാരത്തെയുമാണ്. അഥവാ കമ്മ്യൂണിസം, ആഗോള കമ്മ്യൂണിസം അതന്നെ ചെയ്യുന്നത്. വ്ളാഡിമിർ പുടിനും ജോർജ് ബുഷിനും അതേപോലെ തന്നെ ടോണി ബ്ലെയറിനും കൂടെ നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അവർ ഇടയ്ക്കിടെ എതിരാകുന്നത് അവർക്ക് ഇസ്ലാമിക ലോകത്തിൽ നിന്ന് എടുക്കുന്ന ലാഭത്തിന്റെ ക്വാണ്ടിറ്റിയിൽ മാത്രം മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നും മുസ്ലിമീങ്ങളോട് എതിർക്കണമെന്നും ഉള്ള കാര്യത്തിൽ അവർ തമ്മിൽ തർക്കം ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ആവോ? റഷ്യയിലെ വ്ളാഡിമിർ പുടിനും ജോർജ് ബുഷും തമ്മിൽ എതിരാകുന്നത് മധ്യേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ക്വാണ്ടിറ്റിയില, അല്ലാതെ എന്തല്ല ഇസ്ലാമിനെ എതിർത്തുകൂടാന്നുള്ള കാര്യത്തിലല്ല. ഒരാൾ തനി കമ്മ്യൂണിസ്റ്റ്, ഒരാളോ ക്യാപിറ്റലിസ്റ്റ്.
ഈ മുതലാളിത്തത്തിന്റെ അടിസ്ഥാനമാകട്ടെ എന്താ? അടിസ്ഥാനം ക്രിസ്ത്യാനിറ്റിയും ജൂദായിസവുമാണ്. മതം മനുഷ്യനെ മയക്കുന്ന ഓപ്പിയമാണെങ്കിൽ എങ്ങനെയാണ് ഗ്യാസ്നോസ്റ്റും പരിസ്ട്രോയിക്കയും ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് തിയറികൾക്ക്, കമ്മ്യൂണിസ്റ്റ് ചേരികൾക്ക് ഇവിടുത്തെ മുതലാളിത്ത വർഗങ്ങളോടും ഇവിടുത്തെ ഏറ്റവും വലിയ ചൂഷക വർഗമായ രണ്ട് മതങ്ങളോടും യോജിക്കാൻ കഴിയുന്നത്? അപ്പൊ അവർ യോജിക്കുന്നതിന് കാരണം അവർ മതം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ബോധമില്ലാത്ത കൗമ ആരാന്നറിയോ? മുസ്ലിമീങ്ങളാ. ഒരു ബോധമില്ല, ഇതൊരു ബോധമല്ല. ഞങ്ങാനൊരു മുസ്ലിയാർ അങ്ങോട്ട് പറഞ്ഞു പോയാൽ അടുത്ത ഷാബാൻ അയാൾ വിട്ടടക്കൂല. എന്റെ കാര്യത്തിൽ പിന്നെ ഷാബാൻ ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം, അല്ല അവന്മാരുടെ പറയാം. എനിക്ക് പിന്നെ ഷാബാൻ റമളാൻ ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തോടു കൂടെ പറയാം. ചിലപ്പോ പുതിയ ആള് വരും, വന്ന ആള് ക്ലാസ്സിൽ നിന്ന് പോകും. എല്ലാവരും ക്ലാസ്സിൽ എന്നും നിൽക്കണം എന്ന കാര്യത്തിലോട്ട് നിർബന്ധമില്ല. നിങ്ങളൊക്കെ ചിന്തിക്കണം, നമ്മൾ ആര് അടിമകളാകരുത് മനുഷ്യരെ. നമ്മൾ അള്ളാന്റെ അടിമകളാകണം. നമുക്ക് ഈ ലോകത്തെ ഏതെങ്കിലും ഇസ്ലാമോ പ്രത്യയശാസ്ത്രമോ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം അള്ളാഹുവിന്റെ ദീനാണ് എന്ന യാഥാർത്ഥ്യം നാം ചിന്തിക്കണം. അല്ലാഹു ഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നമ്മളെ ക്രൂഷ്ചേവിന്റെ ഖലീഫയല്ല, വ്ളാഡിമിർ ലെനിന്റെ ഖലീഫയല്ല, സ്റ്റാലിന്റെ ഖലീഫയല്ല, മാർഷൽ ടിറ്റോവിന്റെ ഖലീഫ അല്ല. നമ്മൾ ആരുടെയും ഖലീഫയല്ല. നാം ഖലീഫ അല്ലാഹുവിന്റെ ഖലീഫയാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. വളരെ ഗൗരവമായ ഒരു കാര്യം. ഇസ്ലാമിനെ എതിർക്കാൻ രണ്ടു കാര്യമാണ് കമ്മ്യൂണിസത്തിനുണ്ടായത്. ഒന്ന്, അസ്തിത്വമുള്ള ഒരു മതം ഇസ്ലാം മാത്രമാണ് എന്ന വിവരം അവർക്കൊക്കെ ആ കാലഘട്ടത്തിലെ ക്രിസ്തീയ യൂറോപ്പുകൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, തകർക്കാനാവാത്തൊരു അസ്തിത്വം അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് റിലിജൻ ഈസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പിന്നെ എതിർത്ത് താഴേണ്ടത് ഇസ്ലാമിനെയാണ്. കാരണം ഇസ്ലാമിക സമൂഹമാണ് അസ്തിത്വമുള്ള സമൂഹം. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസം ഉണ്ടാക്കിയവർ മുഴുവനും അടിസ്ഥാനപരമായി ജൂതന്മാരായിരുന്നു. മാർക്സ് നല്ലൊരു ജൂത തറവാട്ടിൽ ജനിച്ചവനാണ്. ലെനിൻ ഒരു ജൂതനാണ്. എല്ലാവരും ഇവരൊക്കെ മാർഷൽ ടിറ്റോ, ട്രോട്സ്കി, ലോർദസ്കി ഇവരൊക്കെ ആ ചരിത്രം കണ്ട ഏറ്റവും വലിയ ജൂഡായിസ തറവാട്ടിൽ ജനിച്ചവരാണ്. എന്നല്ല, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണഘടന, കമ്മ്യൂണിസ്റ്റ് സർക്കാർ റഷ്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ സെനറ്റിലെ 10 മെമ്പർമാരിൽ 8 മെമ്പർമാരും ജൂതരായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ചരിത്രം തന്നെയാണ്. അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി ജൂദായിസമാണത്. വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ജോർജ് ബുഷിനെ സഹായത്തിന് വിളിച്ചാൽ അല്ലാഹുവിന്റെ സഹായം കിട്ടൂലാന്ന് അൽ-ബഖറയിലുണ്ട്. അൽ-ബഖറയിലുണ്ട്. അയാൾ വിളിച്ചില്ല, എനിക്കോക്കേണ്ട ആവശ്യമില്ല, എനിക്കോക്കേണ്ട ഖുർആനല്ല. വരിയൊടച്ച മൂരികളെ പോലെ മുസ്ലിം സമുദായം ഷണ്ടന്മാരായി മാറി. അതിനും ചില കാരണങ്ങളുണ്ട്. മുസ്ലിമീങ്ങളെ വരിയടച്ച മൂരികളെ പോലെ ഷണ്ടന്മാരാക്കിയത് ആധുനിക സലഫിസമാണ്. ഊഷിറാണ് കളഞ്ഞത്. വരിയൊടച്ചാ പിന്നെ എന്ത് ഊഷിറ? പൗരാണികരുമായി ഒരു ബന്ധമില്ല. ഒരു സമൂഹം അത് കമ്മ്യൂണിസത്തിനാണെങ്കിൽ പോലും അതിന്റെ ആർജവം അതിന്റെ മുൻഗാമികളോടാണ്. എനിക്ക് ഈ പഴയ ഈ റോഡ് വക്കത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വേനൽക്കാലത്ത് നല്ല ചില യാത്രയിൽ ചിന്ത ഉണരാറുണ്ട്. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങൾ ഞാൻ എതിർക്കല്ല കേട്ടോ, ഞാനൊരു ലോക്കൽ പൊളിറ്റീഷ്യനാന്ന് മനസ്സിലാക്കണ്ട. ഞാൻ ഒരു ചിന്ത പറയാം നിങ്ങളോട്. ഞാൻ വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ യാത്രക്കിടയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളുടെ ബോർഡുകൾ ഞാൻ കാണാറുണ്ട്. ഈ ബോർഡുകളിലൊക്കെ വരച്ചു വെച്ച ചിത്രങ്ങള് ഒന്നിരിക്കൽ മാർക്സിന്റെ, അയാൾ 1100 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ. മറ്റൊന്ന് ആ മേശയും താടിയും കൂടി ഒന്നായ ഒരു മനുഷ്യനുണ്ടല്ലോ, ഫെഡറിക് എംഗൽസ്, അയാളുടേത്. പിന്നുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നമ്മളാ പിന്നെ ഫുലാനെ പോലെ ഇപ്പൊ മറ്റേ ആ പെണ്ണിന്റെ ലിസ്റ്റിൽ കയറ്റിട്ട് ആണിന്റെ ലിസ്റ്റിൽ ഇങ്ങോട്ട് മാറ്റിയ ഒരാളുണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് അല്ല അതെ ചെക്കുവരെയാണ്, പക്ഷെ ഇവിടെ കേരളത്തിന് പകരം ആളുണ്ട്. ആയിക്കോട്ടെ, പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു വിഷയമല്ല നമ്മളെ വിഷയം. ഞാൻ ഇയാൾക്ക് എവിടുക്കാ പോണെന്ന് വിചാരിക്കണ്ട. ഞാൻ സത്യം നിങ്ങളോട് ഈ പറയുന്നത്. ചെക്കവരയുടെ ചിത്രം നോക്കൂ നിങ്ങൾ. ഈ കമ്മ്യൂണിസ്റ്റ് തിയറികളുടെ പോലും അടിസ്ഥാനം അതിന്റെ മുൻഗാമികളുടെ ചരിത്രം, അതിന്റെ ആവേശം.
എന്നാൽ മുൻഗാമികളോടുള്ള എല്ലാ ഉശിരൻ ചരിത്രവും സലഫിസം വന്ന് വെട്ടിമാറ്റി വാരി ഒടച്ച മൂരികളെ പോലെ മുസ്ലിമീങ്ങളെ സലഫികൾ ഷണ്ടന്മാരാക്കി. ഇതൊക്കെ വലിയ വിഷയമാണ്. ഞാനൊരു വിഷയത്തിന്റെ ഒന്നാം വാക്ക് മാത്രം പറഞ്ഞതാണ്. ഇനി ഒരു പുസ്തകം മുഴുവനും വരും കൊല്ലങ്ങളിൽ എനിക്ക് പറയാനുണ്ട്. ഞാനൊരു പുസ്തകത്തിന്റെ ഹെഡ്ലൈൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഞാൻ ഹെഡ്ലൈൻ മാത്രമാണ് വായിച്ചിട്ടുള്ളത്. എന്ന് ആധുനിക സലഫിസം മുസ്ലിമീങ്ങളെ വരിയൊടച്ച പൂരികളെ പോലെ ഷണ്ടന്മാരാക്കി എന്നത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. നാശിപ്പിച്ചു ഈ സമുദായത്തിന്റെ ഉച്ചത് മുഴുവൻ. അങ്ങനെ അവരെ ഒരു മുൻഗാമികളോടുള്ള ബന്ധമില്ലാതെയാക്കി. അവസാനം ഇന്ന് എന്തായിന്നറിയോ? അള്ളാഹിനോടുള്ള ബന്ധം. അള്ളാഹിനോടുള്ള ബന്ധം കഴിഞ്ഞാൽ ആ ബന്ധത്തിനേക്കാൾ വലിയ ബന്ധമായില്ല ഈ ഭൗതികവാദികളോടുള്ള ബന്ധം. എന്നാണ്. ഇന്ത്യ രാജ്യത്തെ എത്ര മതങ്ങളുണ്ട്? അന്ധവിശ്വാസത്തെ അടിസ്ഥാനാക്കിയ മതങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു ഉഷറും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തിട്ടില്ല. ഒരു മതപണ്ഡിതൻ എന്ന നിലക്ക് കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു മത സ്റ്റേജിലിരിക്കുന്ന ഒരു വാക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു രാഷ്ട്രീയ മുഖം എന്റെ വാക്കുകൾക്ക് നൽകേണ്ടതില്ല. ഈ രാജ്യത്ത് എന്തൊക്കെ അന്ധവിശ്വാസത്തിന്റെ അബദ്ധത്തിന്റെ കൂത്തരങ്ങളുള്ള മതങ്ങളിലെ ഇവിടെ EMS നമ്പൂതിരിപ്പാട് പിറവിയെടുത്ത അദ്ദേഹത്തിന്റെ സമൂഹം എന്തൊക്കെ അബദ്ധങ്ങളുടെ കൂത്തരങ്ങ. അതിനെ മാറ്റിത്തിരുത്താൻ അവരെന്താ ചെയ്തത്? പകരം അവർ ചെയ്തത് ഇസ്ലാമിക ശരീഅത്തിൽ കൈവക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്തിൽ അവർ കൈവെക്കുന്നതിന്റെ ഉശരിന്റെ 10% കാട്ടിയിരുന്നുവെങ്കിൽ ഹിന്ദു സമൂഹത്തിന് ഒന്നുകൂടി ഉദ്ദാനത ഉണ്ടാകുമായിരുന്നല്ലോ. അതവർ ചെയ്തില്ലല്ലോ. അപ്പൊ അവരുടെ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കുക എന്നത് മാത്രമാണ്. 1985 1985 EMS നമ്പൂതിരിപ്പാടിന്റെ ലേഖനം നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. വസ്ത്രം മാറും പോലെ ഭാര്യയെ മാറ്റാൻ അനുമതി നൽകുന്നവനാണ് അള്ളാഹുവെങ്കിൽ ആ അള്ളാഹുവെ നമുക്ക് വേണ്ട എന്നാണ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഇതൊന്നും മറക്കരുത്. നിങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ മറക്കൂല. വലൗ വഹ്ദി. കാരണം നമ്മുടെ ആശയം അള്ളാഹുവിന്റെ ദീനാണ് എന്ന യാഥാർത്ഥ്യം. ഇതൊക്കെ തനി നാസ്തിസമാണ്, തനി നാസ്തികനാണ്, തനി നാസ്തിക ചിന്തയാണ് ഈ പറയുന്നത്. ഇതിനേക്കാൾ നിക്കായ് തന്നെ വേണ്ടാതെ വേണ്ടിടത്തേക്ക് വേണ്ടിടത്തവർക്ക് കയറാമെന്നുള്ള ചില രീതികളൊക്കെ ഇവിടെ പല മതങ്ങളും പുലർത്തിയിട്ടുണ്ടല്ലോ. വ്യഭിചാരത്തെ പറ്റി ഒരു വാക്ക് കമ്മ്യൂണിസ്റ്റ് ഇക്കാലം വരെ പറഞ്ഞിട്ടുണ്ടോ? വ്യഭിചാരത്തെ പറ്റി ഒരു വാക്ക് പറയാത്തവരാണ് വിവാഹത്തെയും തൊലാഖിനെയും എതിർത്തിട്ട്. വ്യഭിചാരം ഇപ്പൊ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? കഴിഞ്ഞ 2007-2004 മനോരമയിൽ വ്യഭിചാരത്തിന് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് എതിർക്കുക? എന്തുകൊണ്ട്? ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ട ഏറ്റവും വലിയ വാർത്ത 90-70 ചില്ലാനും കൊല്ലം മൃതദേഹം പേടകത്തിലാക്കി സൂക്ഷിച്ച വ്ളാഡിമിർ ലെനിൻ ഗുഹ്യരോഗം ബാധിച്ചാണ് മരിച്ചത്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? നിങ്ങൾ വായിക്കണ്ട, നിങ്ങളതൊന്നും വായിക്കരുത്. വായിച്ചിട്ടില്ലേ? നിങ്ങളത് വായിച്ചിട്ടില്ലേ? സിഫിലിസ് ബാധിച്ചാണ് ലെനിൻ മരിച്ചത്. വായിച്ചില്ലേ പത്രം? വായിച്ചില്ലേ പത്രം? നോക്കൂ, ഞാൻ വായിക്കാം. USSRന്റെ ശില്പി വ്ളാഡിമിർ ലെനിൻ മരിച്ചത് ലൈംഗിക രോഗമായ സിഫിലിസ് ബാധിച്ചായിരുന്നു. എങ്ങനെയാ? വ്യഭിചാരത്തിന്റെ ഊക്ക് കൂടിയാലാണ് സിഫിലിസ് ഉണ്ടാവുക. ഞാൻ വിശദീകരിക്കണില്ല. അതാരാ? ഒരു സമൂഹത്തിന്റെ താത്വിക ആചാര്യൻ, സമൂഹത്തിന്റെ താത്വിക ആചാര്യൻ. ഇതിനെക്കുറിച്ചൊന്നും ഒരു വാക്ക് പറയാത്തവരാണ് ഇവരെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. USSRന്റെ ശില്പി വ്ളാഡിമിർ ലെനിൻ മരിച്ചത് ലൈംഗിക രോഗമായ സിഫിലിസ് ബാധിച്ചായിരുന്നു. യൂറോപ്യൻ ജേണൽ ഓഫ് ന്യൂറോളജിക്കൽ ഡോക്ടർ ഫ്രീസംഗൽസിൽ പുതിയ ലേഖനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. 54-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ 20 വർഷം മുമ്പ് ഈ രോഗം പിടിപെട്ടിരിക്കാം. അവസാനത്തെ 2 വർഷം അദ്ദേഹത്തിന് ചിന്താശേഷിയോ ചലനശേഷിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. 20/7/2004 മലയാള മനോരമ. ലോകത്തെ പുറത്തുവിട്ട പ്രധാനപ്പെട്ട കഴിഞ്ഞെടുത്ത വാർത്തകളിലൊന്ന സിഫിലിസ് ഗുഹ്യരോഗം, വ്യഭിചാര രോഗം ബാധിച്ച. അതിനെപ്പറ്റി ഒന്നും ചർച്ചയില്ല. ജെന്നിയെ വിവാഹം കഴിച്ച് ജെന്നി പോരാത്തതിന് മരിക്കുന്നത് വരെ ഹെലനെ വെപ്പാട്ടിയാക്കി വെക്കുകയും പിന്നെ ആ ഹെലനെ തന്റെ ഭാര്യ ഉണ്ടായിരിക്കെ ഏറ്റെടുക്കുകയും ചെയ്ത ആളാണ് എംഗൽസും കാറൽ മാർക്സും. ജെന്നി ഉണ്ടായിരുന്നു.
ജന്നിയോടുള്ള വികാരം, പ്രണയം എനിക്ക് തീവ്രമാണെന്ന് അദ്ദേഹം തന്റെ ലേഖനങ്ങളിൽ ഉടനീളം അനുസ്മരിക്കുന്നുണ്ട്. മാത്രമല്ല ജന്നിയെ ചിന്തിക്കാത്ത രാവുപകലുകളില്ലാന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ. എന്നിട്ടും എന്ത് ചെയ്തു? ഈ ഇദ്ദേഹമാണ് സത്യം ജന്നിക്ക് പുറമെ ഹെലൻ എന്നൊരു വെപ്പാട്ടിയെ കൊണ്ട് നടന്നത്. എന്നിട്ട് അത് മാർക്സിന്റെ മരണശേഷം അതിനെ ആ പെണ്ണിനെ സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കവേ ഫ്രെഡറിക് എംഗൽസ് സ്വീകരിക്കുകയാ ചെയ്തത്. ക്രൂഷ്യവിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഇതൊക്കെ ലോകത്ത് ട്രോട്സ്കിക്ക് 2 ഭാര്യമാരുണ്ട്. മാർഷൽ ടിറ്റോക്ക് മരിക്കുന്നത് വരെ 3 ഭാര്യയുണ്ട്. 3ാമത്തെ ഭാര്യനെ കല്യാണം കഴിച്ച 60ാമത്തെ വയസ്സിലാണ്. വളരെ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇതൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കവേ താത്വികാചാര്യന്മാര് പോലും ഇത് ചെയ്തിട്ടും ഈ നാട്ടിൽ ധർമ്മമില്ലാത്ത സമൂഹം അതിനുവേണ്ടി കൂപ്പ് കുത്തിയിട്ടും അതൊന്നും ചിന്തിക്കാതെ ഇസ്ലാമിക ശരീഅത്തിൽ ഇവിടെ കൈവച്ചുവല്ലോ പലരും. ഇവരൊക്കെ വെള്ളത്തെയും വെളിച്ചത്തെയും പോലെ ഭൂമിയുടെ പൊതുസമ്പത്തായിക്കോട്ടെ, എനിക്ക് നട്ടല്ല. പക്ഷേ ഇതൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ട പരമാർത്ഥമാണ്. എന്തുകൊണ്ട് അവർ റിലിജൻ ഈസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശം ഇസ്ലാം ഈസ് ഓപ്പിയം ഫോർ ദ പീപ്പിൾ എന്നാണ് അവർ അർത്ഥം വെച്ചിട്ടുള്ളത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ്. ഈ ബോധമില്ലാത്തവരാണ് ആധുനിക മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വളരെ ഗൗരവപൂർവ്വമാണ് നമ്മൾ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് ലോകത്തിന് സംഭവിച്ചിട്ടുള്ള വലിയ നാശം കമ്മ്യൂണിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മധ്യേ ലോകം ഞെരിഞ്ഞമരുന്നു എന്നുള്ളതാണ്. ധനത്തിന് വേണ്ടിയുള്ള കടമത്സര്യങ്ങൾ, മനുഷ്യൻ പരമാവധി ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം, എവിടെയും കൊള്ളലിന്റെയും കൊടുക്കലിന്റെയും ചൂഷണത്തിന്റെയും ശാസ്ത്രം മാത്രമാണുള്ളത്. എവിടെയും ഭൂമിയാകെ ഇന്ന് മനുഷ്യനെന്ന് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും മനുഷ്യൻ എന്ത് കഴിക്കണമെന്ന്, മനുഷ്യൻ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ഇന്ന് ക്യാപിറ്റലിസ്റ്റുകൾക്കും അതുപോലെ സാമ്പത്തിക ചൂഷകന്മാർക്കും മാത്രമാണ് അധികാരം. എന്റെ എവിടെ കണ്ടായത് അവർക്ക് വഴി തുറന്നു കൊടുത്തു. എല്ലാവരും വഴി തുറന്നു കൊടുത്തു. ചുരുക്കത്തിൽ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒക്കെ മനുഷ്യനെ ചൂഷണം ചെയ്യാനുണ്ടാക്കിയ സംഹിതകളാണ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ട വർത്തമാന ലോകത്തെ മറ്റൊരു സംഹിത നാഷണലിസമാണ്. അതിന്റെ ഒരു പ്രതിരൂപമായിരുന്നു നാസി കക്ഷി, അഡോൾഫ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ നാസി കക്ഷി. അതിന്റെ ഒരു പകർപ്പായിട്ടാണ് ഒരു നിലക്ക് BJPയെയും എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായല്ലോ ആ മരുമോനും അച്ഛനും തമ്മിൽ വ്യത്യാസം എന്താ? ശിവസേന മണ്ണിന്റെ മക്കൾ വാദമാണ്. മണ്ണിന്റെ മക്കൾ വാദമൊക്കെ സത്യത്തിൽ താനി പഴഞ്ചനാണ്. വളരെ ഇത് നാഷണലിസമാണ്. ഈ നാഷണലിസം എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നാഷണലിസം ഇസ്ലാം അത് അംഗീകരിക്കുകയില്ല. അമേരിക്കയിലെ ഒരു ധർമ്മിയോടാണ് സൗദിയിലെ ഹിജാസിലെ ഒരു അധർമ്മിയേക്കാൾ മുസൽമാന് സ്നേഹം ഉണ്ടാവേണ്ടത് എന്ന് പഠിപ്പിച്ചവനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിർത്തികളൊക്കെ മനുഷ്യൻ തറച്ചു വച്ച നാട്ടക്കുത്തികൾ മാത്രമാകും. അതൊക്കെ താൽക്കാലം മനുഷ്യനുള്ള ചില സൗകര്യങ്ങൾ മാത്രമാണ്. അത് ഹറാം എന്നല്ല ഞാൻ പറയുന്നത്, അത് സൗകര്യങ്ങൾ മാത്രമാണ്. അതിരുവിട്ട നാഷണലിസം ലോകത്തെ തകർത്തുവല്ലോ. ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോയ കളിക്കാർ മടങ്ങി വരുമ്പോൾ തോറ്റാൽ അവരുടെ കാലിന്റെ മുട്ട അടിച്ചൊടിച്ചിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. തന്റെ രാജ്യം തോറ്റു എന്ന് ചിന്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതിരുവിട്ടുപോയ ഒരു തരം ദേശീയ ബോധം, ഈ അതിരുവിട്ട ദേശീയ ബോധം ഇന്ത്യയിലും തലപൊക്കുന്നുണ്ട്. കമ്മ്യൂണിസം അപകടമായതുപോലെ, നിരുത്തരവാദികളായ മതം അപകടമായതുപോലെ ഇന്ത്യയുടെ വർത്തമാന കാലഘട്ടത്തിന്റെ മുഖവും അതിരുവിട്ട നാഷണലിസവും അപകടകരം തന്നെയാണ് എന്ന് വളരെ വിനയത്തോടെയും താഴ്മയോടെയും ബുദ്ധിമാന്മാർക്ക് ഈ വിഷയത്തിൽ പരീക്ഷണത്തിനും പഠനത്തിനും ഒരു വേദി മാത്രം വഴി തുറന്നിട്ടുകൊണ്ട് ഞാൻ ഈ വിഷയം സമർപ്പിക്കുകയാണ്. എല്ലാം അതുകൊണ്ടാണ് ഒരു നാഷണലിസവും ഇല്ലാതെ ലാ ശർഖിയ്യ വലാ ഗർബിയ്യ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹ് ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അത് കിഴക്കനുമല്ല, അത് പടിഞ്ഞാറനുമല്ല. അടിസ്ഥാനം താഴ്വേരുള്ളതും ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ ഉച്ചസ്ഥായിയിൽ ശിഖരങ്ങളും ഉള്ളതുമായ അനർഘ സത്യമായ തൗഹീദിനോടാണ് മനുഷ്യൻ ചാരി നിൽക്കേണ്ടത്. അത് കിഴക്കനുമല്ല,
അത് പടിഞ്ഞാറനുമല്ല, അത് പ്രാദേശികവാദമല്ല, അത് വംശവാദമല്ല, അത് വ്യക്തിയുടെ വ്യക്തി പൂജയല്ല, അത് വീരപൂജവാദമല്ല, അത് വീരാരാധനയല്ല, അത് പകരം അള്ളാഹുവിന്റെ അനർഘമായ സത്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് എന്നാൽ അത് കേവലം ആത്മീയ മുഖം മാത്രമാണല്ലോ ആണോ ഇസ്ലാമിനുള്ളത്? അല്ല. ആത്മീയ മുഖം പോലെ കമ്മ്യൂണിസത്തിന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഭൗതിക മുഖവും ഇസ്ലാമിനുണ്ട്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒക്കെ മരിച്ചിട്ട് പടച്ചോൻ തരുന്നല്ല, ഒക്കെ അല്ലാഹു ഇവിടെ തരും, പിന്നെ അവിടെയും തരും. ഈ ലോകം എന്റേതാണ്, പരലോകം എന്റേതാണ്, രണ്ടും ഞാൻ തരാന്ന ഇസ്ലാം പറഞ്ഞത്. അല്ലാതെ ക്രിസ്ത്യാനിറ്റിയെ പോലെ പരലോകം മാത്രം പരിചയപ്പെടുകയോ കമ്മ്യൂണിസത്തെ പോലെ ഈ ലോകം മാത്രം പരിചയപ്പെടുത്തുകയോ അല്ല ഇസ്ലാം ചെയ്തത്. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിന, ഉറക്കം കൊണ്ട് പറഞ്ഞേക്കും, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിന്റെ അടിത്തറ സുഭദ്രമാണ്. അതിന്റെ അടിത്തറ തൗഹീദാണ്. ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് എണീറ്റാൽ അത് രാവിലെ ചെല്ലേണ്ട ദിക്റുകളായി മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്രു എന്നാണ്. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്രു. അല്ലാഹുവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഫമിൻക, അത് എന്നിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫമിൻക വഹ്ദക, അതൊന്നും ഈ ഭൗതികമായ സൗകര്യം കൊണ്ടല്ല, ഫമിൻക വഹ്ദക, നിന്നിൽ നിന്ന് മാത്രമാണ്. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇതാ ലക്ഷക്കണക്കായ കണ്ഠങ്ങൾ കഅബാലയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങിയല്ലോ. എല്ലാവരും വിളിച്ചു പറയുന്നത് ഒരു ഭൗതിക താല്പര്യമില്ല, എന്നാൽ ഭൗതികരെ ഒക്കെ അതുകൊണ്ട് ലഭിക്കാവുന്നതുമാണ്. എന്താ വിളിച്ചു പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഈ ഭൂമിയുടെ നന്മക്ക് വേണ്ടി എന്താ ഇസ്ലാമിന് സമർപ്പിക്കാനുള്ളത്? അതെന്താണെന്ന് വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിന്റെയും ആദ്യത്തെ വരി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിന്റെയും ആദ്യത്തെ വരി അറിയിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, കാരുണ്യത്തിന്റെ ഉടമയായ അല്ലാഹു എന്നാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഈ ഭൂമിയിലെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം കാരുണ്യമാണ്. പകലന്തിയോളം നോമ്പ് നോൽക്കുകയും രാത്രി നേരം വെളുക്കുന്നവരെ നിസ്കരിക്കുകയും ചെയ്ത പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ട് പൂച്ച കയറിൽ മരിച്ചുപോയ കാരണത്താൽ നരകത്തിൽ കടന്നു എന്ന് പറഞ്ഞവനാണ് മുഹമ്മദ് നബി. അപ്പോൾ ഇസ്ലാം ഇവിടെ പ്രാവർത്തികമായാൽ ഒരു നിർജീവി, ഒരു മിണ്ടാപ്രാണി പോലും ഒരിക്കലും മർദ്ദിക്കപ്പെടുകയില്ല എന്നതാണ്. അത് ഇസ്ലാം ഇവിടെ കാണിച്ചതുമാണല്ലോ. പറയല്ല, കാണിച്ചതാ. തന്റെ വാള് ഊരിക്കൊണ്ടുവരുന്ന, മൂർച്ച കൂട്ടിക്കൊണ്ടുവന്ന അവസാനിപ്പിക്കുകയാണ്. 1 മിനിറ്റ്, 2 മിനിറ്റ്, എനിക്കെന്നത് 3:45 ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2 മിനിറ്റ്. ഞാനൊരു വാക്ക് കൂടി പറയട്ടെ. താൻ ഊട്ടിക്കൊണ്ടുവരുന്ന വാളിന്റെ മൂർച്ച പരിശോധിക്കാൻ മക്ക അങ്ങാടിയിൽ വരുമ്പോൾ ആദ്യം കണ്ട തന്റെ കൂട്ടുകാരന്റെ കൈത്തണ്ടക്ക് വെട്ടിയവനാണ് സയ്യിദുനാ ഉമർ. വാൾ ഊട്ടിക്കൊണ്ടുവരുമ്പോൾ ആ വാളിന്റെ മൂർച്ച എങ്ങനെയുണ്ടെന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി അങ്ങാടിക്ക് ഇറങ്ങുമ്പോ ആദ്യം കാണുന്നവന്റെ തണ്ട കയ്യിൽ കൊടുക്കും ഒരു വെട്ട്, ഒറ്റ വെട്ടുകൊണ്ട് തന്നെ മുറിയിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ആ മനുഷ്യനെ പിന്നെ നമ്മൾ കാണുന്നത് നൈലിന്റെ കരയിൽ ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്ത് വീണാൽ അത് ഞാൻ മസ്ഊലാകുമല്ലോ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഅയതിഹി, എന്നോട് ചോദ്യം ഉണ്ടാവും എന്നല്ലേ ഹബീബായ നബി പറഞ്ഞത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മുഹമ്മദ് നബിയെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ലോകത്തിന്റെ പ്രവാചകൻ എന്ന് മാത്രമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്നാണ്. ഇസ്ലാം ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കിയാൽ ഇസ്ലാം ഈ ഭൂമിയിൽ കരുണ നൽകും. ഇസ്ലാമും മറ്റുള്ള പ്രത്യയ ശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇസ്ലാം യാഥാർത്ഥ്യവും മറ്റുള്ളവ സ്വപ്നവുമാകുന്നു എന്നുള്ളതാണ്. ഇസ്ലാം സത്യവും മറ്റുള്ളവ അബദ്ധങ്ങളുമാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്
അങ്ങനെ ഒരു വ്യക്തി മാത്രമല്ല ഉണ്ടായത്, ലക്ഷക്കണക്കായ ജനങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന സിമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദി ദാലിക മസലുഹും ഫിത് തൗറാത്തി വമസലുഹും ഫിൽ ഇൻജീൽ കസർഉൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലദ വസ്തവ അലാ സൂഖി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ കരുണയുടെ ഉടമസ്ഥരാണ്, ലോകത്തെ ഏറ്റവും വലിയ മുഖകാന്തിയുള്ളവരായിരുന്നു, മനസ്സ് വെളുത്തവരായിരുന്നു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ ഈ സംഹിതയിലേക്ക് ആരെയും കയറ്റേണ്ടതില്ല, നിർബന്ധിച്ച് കയറ്റേണ്ടതില്ല. ഈ സംഹിതയുടെ തൗഹീദിനെ പറ്റി വിശദീകരിച്ച ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ഏതാ? തൗഹീദിനെ വിശദീകരിച്ച ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് ആയത്തുൽ കുർസിയ്യ അല്ലേ? 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 അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു ലഹു മാ ഫിസ് സമാവാത് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഇത് ആയത്തുൽ കുർസി. അത് കഴിഞ്ഞ ഉടനെ എന്താ അല്ലാഹു പറഞ്ഞത്? ലാ ഇക്റാഹ ഫിദ്ദീൻ. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മതത്തിലേക്ക് ഒരാളെയും നിർബന്ധിച്ച് കൂട്ടേണ്ട ആവശ്യം ഇല്ല. ആയത്തുൽ കുർസിയുടെ തൊട്ടു താഴെയുള്ള ആയത്ത് ലാ ഇക്റാഹ ഫിദ്ദീൻ. മനുഷ്യരെ, നിങ്ങൾക്ക് ചെവിയുണ്ടെങ്കിൽ കേട്ടോളൂ, നിങ്ങൾക്ക് നാമൂസില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ഇസ്ലാമിനേക്കാൾ വലിയൊരു പ്രത്യയശാസ്ത്രം ലോകത്ത് ഇല്ല. ഒക്കെ വലിയൊരു എന്തൊരു അനുഭവമാണത്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമല്ലേ ഏത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി. ആ ആയത്തിന് കഴിഞ്ഞ ഉടനെ, തൗഹീദിന്റെ ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ മതത്തിലേക്ക് ഒരാളെ നിർബന്ധിച്ചു കൂട്ടേണ്ട ആവശ്യം ഇല്ല എന്ന ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മുഹമ്മദ് നബി വരുന്നതോടുകൂടെ സത്യവും അസത്യവും ഇതാ വെളിവായിരിക്കുന്നു. ഇനി ആളുകൾക്ക് ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇതാ ഈ വിഷയത്തിന്റെ ഏകദേശം ഒരർത്ഥവിരാമം ചെയ്തുകൊണ്ട് ഇനിയും പറയേണ്ടി വരും. ഈ വിഷയത്തിന്റെ തുടക്കം മാത്രമാണ്, ഈ വിഷയത്തിന്റെ തുടക്കം മാത്രമാണ്. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കർമ്മപരമായ യാത്രയിൽ ആരും ഭയപ്പെടേണ്ടതില്ല. എല്ലാം ഞങ്ങളുടേത് മാത്രമാകും എന്ന് ആരും പിമ്പാച്ചി കാണിക്കേണ്ടതുമില്ല. ഇത് തൗഹീദിയൻ സത്യത്തിന്റെ സമൂഹത്തിന്റെ മനസ്സിലേക്ക് അതെത്തിക്കാനുള്ള ഒരു ധർമ്മം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഒരർത്ഥവിരാമമാണ്, ഒരു തുടക്കമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഹിംസയ്ക്ക് വേണ്ടി വാദിച്ച ഗാന്ധിജി ഹിംസയിലൂടെയാണ് നയിച്ചത്. അതുകൊണ്ട് തന്നെ ഗാന്ധിസത്തിന്റെ പ്രായോഗികതയായി ഇവിടെ ഉന്നയിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തലയിൽ വാൾ വെച്ചുകൊണ്ട് പൂർണ്ണകൊണ്ടാണ് തന്റെ സമൂഹം മഹാനങ്ങൾ വഹിച്ചത്. ഇതും അപ്രായോഗികതയായി കാണാവുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, കൂടെ നന്നാവട്ടെ. ചോദ്യം അങ്ങനത്തെ തന്നെയല്ലേ ചോദിച്ച് പഠിക്കേണ്ടത്, നന്നായി. പക്ഷേ എന്റെ വാദം, ഗാന്ധിസത്തിന്റെ വാദം ഹിംസ നാശവും പ്രകൃതിയുടെ ദാനം അഹിംസയുമാണ് എന്ന ഇങ്ങനെ ഒരു വാദം യഹ്യാ നബിക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മരണവും അപ്രായോഗികമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു വാദം യഹ്യാ നബിക്കുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ യഹ്യാ നബി ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഹിംസയുടെയും അഹിംസയുടെയും താളാത്മകതയാണ് സത്യത്തിൽ പ്രപഞ്ചം എന്ന് ബഹുമാനപ്പെട്ടതിൽ ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യമായി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഫലമ്മാ ബറസൂ ലിജാലൂത വജുനൂദി ഖാലു റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ഫഹസമൂഹും ബിഇദ്നില്ലാഹ് വഖതല ദാവൂദ് ജാലൂത്ത്. ഹിംസ നടത്തിനാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഈ വാദം കൂടി എനിക്കും കൂടി തെളിവാണ്. നിങ്ങളുടെ ഈ ചോദ്യം വീണ്ടും എനിക്ക് തെളിവായി. അതായത് ലോക ചരിത്രത്തിൽ എന്നും ഹിംസ നടന്നിട്ടുണ്ട്. യഹ്യാ നബിക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായെങ്കിലേ വിഷയമുള്ളൂ. യഹ്യാ നബിക്ക് അങ്ങനെ ഒരു വാദം ഇല്ല. 1400 വർഷം മുമ്പ് മാലിക് ദിനാറും സമീപമുള്ള
അവര് ഇസ്ലാമിന്റെ ധർമ്മം ഇവിടെ പ്രചരിപ്പിച്ചപ്പോ ഇന്ന് ഏതാണ്ട് 1 കോടിയോളം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ആത്മീയ വേഷങ്ങൾ അണിഞ്ഞ് ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രചരിപ്പിച്ചിട്ടും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പോലും ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ഈ മാർഗം സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. അതിന് മറുപടി പറയാം. എന്താ പേര്? അബ്ദുറഹ്മാൻ. എവിടെ വീട്? നന്നായി, അൽഹംദുലില്ലാ. അല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. നന്നായി, നല്ല ചോദ്യം. അബ്ദുറഹ്മാൻ, മാർഗം പിഴച്ചുപോയി എന്നല്ല മനസ്സിലാക്കേണ്ടത്. മാർഗം സുനിശ്ചിതമാണ്. മാർഗം ഒരിക്കലും പേശലല്ല. മാർഗം ഈ ലോകത്ത് സംസ്ഥാപിതമാണ്, സമുന്നതവുമാണ്. പക്ഷേ ആ മാർഗത്തിൽ പ്രവേശിച്ച ഏറിയ കൂറുമാളുകൾ ഭൗതികമായ ചിന്തകൾക്ക് വശംവദരായി പോയിരിക്കുന്നു എന്ന പോയിന്റ് നമ്പർ 2. ഈ യുഗത്തിലും സ്വതസിദ്ധമായ ജീവിത ബന്ധങ്ങളിലൂടെ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്ന പുണ്യപുരുഷന്മാരും നല്ല പുരുഷന്മാരും ഈ യുഗത്തിലും ഈ നൂറ്റാണ്ടിലും ഉണ്ട് എന്നതും ഒരു വസ്തുതയാണ്. മാർഗം ഇന്നും പ്രാവർത്തിക്കപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ അനവധി ലോകത്തുണ്ട്. നല്ല മനുഷ്യന്മാർ, ഈ ഭൂമിയിൽ നന്മ മാത്രം കാണിക്കുന്ന ആളുകൾ. അൻ എക്സാമ്പിൾ, ആഗോളതലത്തിൽ ഒരാളെ പേര് ഞാൻ പറയാം, ഷെയ്ഖ് അഹമ്മദ് ദീദാത്ത്. ഒരു ഇസ്ലാമിക സരണി അദ്ദേഹം കാണിക്കുകയും ആ മനുഷ്യൻ ലോകത്തെ അനവധി ആളുകൾ, ആയിരക്കണക്കായ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. അതായത് മുഹമ്മദ് നബി അവലംബിച്ച മാർഗമേതോ, അതേപോലെ മാലിക് ബിൻ ദിനാർ അവലംബിച്ച മാർഗമേതോ, ആ മാർഗം തന്നെ ഇന്ന് പ്രാവർത്തികമാക്കി വ്യക്തികൾ ആധുനിക യുഗത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറിയ കൂറും ആളുകൾ ഭൗതികതക്ക് വഴിപ്പെട്ടു പോയി എന്നതാണ് സത്യം. അവരെ സത്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള ചില ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ പ്രവർത്തനം. ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി നിൽക്കുന്ന ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാൻ കമ്മ്യൂണിസ്റ്റുകാരനായി കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് നമ്മുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാട്, അയാളെ യഥാർത്ഥ മുസ്ലിമാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ ഒരു മുസ്ലിമാനെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നോക്കുമോ എന്ന് ഞങ്ങൾ ലോക്കൽ പൊളിറ്റിക്സ് അല്ല പറയുന്നത്. അതായത് നിങ്ങൾ ചോദ്യം, നമ്മുടെ ചോദ്യം, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയും? ഇതല്ലേ ചോദ്യം? ഇതാണല്ലോ ചോദ്യം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡാഷ് ക്യാപിറ്റലും ജീവിത മാർഗമായി ഭൗതിക ജീവിതമായി അംഗീകരിക്കുന്ന അവലംബിക്കുന്ന ഒരാളാണ്. അയാളാണല്ലോ എന്റെ അല്ലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഒരിക്കലും അയാൾക്ക് ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. അത് നടക്കുന്ന കാര്യമല്ല. ഇനി ഏതെങ്കിലും അങ്ങനെ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകൾ എവിടെയെങ്കിലും അവരെ ഇസ്ലാമായി കാണിക്കുന്നുണ്ടെങ്കിൽ അത് കപട വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുസ്ലിമീങ്ങൾ ചിലപ്പോഴൊക്കെ കപട വിശ്വാസികളാകും എന്ന് വിശുദ്ധ ഖുർആൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിന്റെ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ അടിവരയിട്ട് പറയാം, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, അതായത് ഡാഷ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അംഗീകരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഒരു മുസ്ലിം ആകാൻ സാധ്യമല്ല. അത് നടക്കല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അത് വൈരുദ്ധ്യങ്ങളുടെ ചേർച്ച നടക്കാത്തതുപോലെ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. പരിഷ്കൃത സമൂഹത്തിന് എത്രമാത്രം അംഗീകാരമുണ്ട്? അത് ഇസ്ലാമിന്റെ തുറന്നുള്ള അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സമീപനം ശരിയായിട്ടില്ല അറിയാൻ പറ്റുന്നത്. കണ്ണ് ചോയി നടക്കൽ, എറിഞ്ഞു കൊല്ലൽ പോലെയുള്ള ശിക്ഷാവിധികൾ ആധുനിക സമൂഹത്തിൽ അത് അപഹാസ്യമല്ലേ? അങ്ങനെയാ ചോദ്യം അല്ലേ എന്ന് നോക്കൂ. ഇസ്ലാം ഇത് കർശനമാക്കി പറഞ്ഞത്, ഇത്തരം കാര്യങ്ങൾ കർശനമാക്കി പറഞ്ഞത്, ഒന്ന് അത് ഇസ്ലാമിന്റെ മതനിയമം തന്നെയാണ്. എന്ന് വിശുദ്ധ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. കണ്ണിന് പകരം മൂക്കിന് പകരം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എറിഞ്ഞു കൊല്ലലിന്റെ ശിക്ഷാവിധിയുടെ രീതിയും വിശുദ്ധ ദീന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, അത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം
അത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിക്ഷാവിധികളിൽ ഒന്നാണ്. 2, പരിഷ്കൃത സമൂഹം എന്ന ചിന്തക്ക് യാതൊരു പ്രായോഗികതയില്ല. അത് ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും നടപ്പിലാക്കാൻ വേണ്ടി വിശുദ്ധ ദീൻ പറഞ്ഞ ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഇത്തരം കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു ശിക്ഷാവിധിയായി പറയാനുള്ള കാരണം, യാതൊരു കാരണവശാലും അങ്ങനെ ഒരു തിന്മ സമൂഹത്തിൽ നടക്കരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു തിന്മ സമൂഹത്തിൽ നടക്കരുത്. ആ തിന്മയെ പൂർണ്ണമായി വിഭാടനം ചെയ്യുക. ഈ ശിക്ഷാവിധികളൊക്കെ ഭൂമിയിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായി അത്തരം തിന്മകളിൽ നിന്ന് മനുഷ്യർ മാറി നിന്നിട്ടുണ്ട്. ഒരാളുടെ പല്ലിന്റെ വില മറ്റൊരാളുടെ പല്ലിനുമുണ്ട്, ഒരാളുടെ കണ്ണിന്റെ വില മറ്റൊരാളുടെ കണ്ണിനുമുണ്ട്, ഒരാളുടെ ചെവിയുടെ വില മറ്റൊരാളുടെ ചെവിക്കുമുണ്ട്. എന്നാൽ ഈ ശിക്ഷാവിധി നടപ്പിലാക്കാതിരിക്കാനും ഒരു പഴുത് ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഒന്ന്, ആരുടേതാണോ ഇവിടെ അപകടം വരുത്തി വെച്ചത് അയാൾക്ക് തത്തുല്യമായ ദ്രവ്യം കൊടുക്കുക. അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കണമെന്ന കർശനമൊന്നും ഇസ്ലാമിന് ഇല്ല. മനസ്സിലാക്കണമെങ്കിൽ കർശനമൊന്നുമില്ല. ഒന്നിരിക്കൽ തത്തുല്യമായ ദ്രവ്യം പണം കൊടുക്കുക, അല്ലെങ്കിൽ ഇയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്ന മാർഗത്തിൽ ഏറിയ കൂറും അവലംബിക്കപ്പെടുന്ന അത്തരം സാഹചര്യങ്ങളിൽ ഏറിയ കൂറും ഇങ്ങനത്തെ ശിക്ഷാവിധികൾ നടപ്പാക്കാതെ ഇരിക്കുന്നതാണ്. നടപ്പാക്കുകയാണെങ്കിൽ അത് അത്രയും ഗൗരവമാണ്. ഒരു മനുഷ്യന്റെ ജീവനെ പോലെയാണ് മറ്റുള്ള ജീവന്റെ ജീവൻ. എന്റെ പല്ല് പോലെയാണ് മറ്റുള്ളവന്റെ പല്ല്. മനുഷ്യനെ നൽകിയ അവയവങ്ങളുടെ പ്രാധാന്യം പഠിപ്പിക്കുകയും ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മനുഷ്യനെ മാറ്റുകയുമാണ് ഈ ശിക്ഷാവിധിയുടെ അടിസ്ഥാനം. ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് പരിഷ്കൃതമോ അപരിഷ്കൃതമോ എന്ന ചാൻസ് സത്യത്തിൽ ഇല്ല. അത് എല്ലാ കാലഘട്ടത്തിലുള്ളതാണ്. പുരാണം വധശിക്ഷ. ഇക്കാലത്ത് ഈ അടുത്ത ദിവസം വരെ അമേരിക്ക വധശിക്ഷ നടപ്പാക്കിയതായി പത്രത്തിലുണ്ടായി. സത്യത്തിൽ ഒരു നിലയ്ക്ക് വധശിക്ഷ കിരാതമാണ് എന്ന് ഇവിടുത്തെ യുക്തിവാദികൾ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലം വരെയായി. ഒരു നിലക്ക് ഒരു അപരിഷ്കൃതമെന്ന് പറയാമല്ലോ എന്തിന്, വധശിക്ഷയ്ക്ക്. എന്നാൽ ഇന്നും ലോകരാജ്യങ്ങൾ അവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ആ തിന്മകളെ വിഭാടനം ചെയ്യുകയാണ്. ആ നിലവാരത്തിൽ മാത്രമാണ് അത് മനസ്സിലാക്കേണ്ടത്. നാം നിരന്തരം കേട്ടുകൊണ്ടിരുന്ന അൽഖായിദ നേതാവാണ് ഉസാമ ബിൻ ലാദൻ. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമികമായ യുദ്ധമാണോ അതല്ല മറ്റെന്തെങ്കിലും വകുപ്പിലുള്ള യുദ്ധമാണോ എന്നത് എങ്ങനെങ്കിലും ഇട്ടൊന്ന് പൂട്ടണം തന്നെയാണുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഒന്ന്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിരപരാധികളെ കൊലപ്പെടുത്തുക എന്നത് ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല. ഒരു നിലക്കും ഇസ്ലാം അത് അംഗീകരിക്കൂല. വളരെ ഗൗരവമായി അത് ചിന്തിക്കണം. ഒരു യാത്രക്കടയിൽ നിങ്ങളൊരു ഫലം കായ്ക്കുന്ന മരം മുറിക്കരുത് എന്ന് പഠിപ്പിച്ചവനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ അരികിലൂടെ, നിങ്ങളൊരു ശിർക്കിന്റെ മണ്ഡപത്തിന്റെ അരികിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ ശിർക്കിന്റെ മണ്ഡപത്തിൽ അല്ലാഹു അല്ലാത്ത പ്രകൃതി ദൈവങ്ങൾക്ക് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ അയാളിലേക്ക് നിങ്ങൾ വാളുയർത്തരുത് എന്ന് പഠിപ്പിച്ചവനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിരപരാധിയെ ഒരാൾ കൊന്നാൽ അയാൾ ലോകത്തെ മുഴുവനും കൊലപ്പെടുത്തിയതുപോലെയാണ്. അപ്പൊ ഉസാമ ബിൻ ലാദൻ ആവട്ടെ, അയാൾ എന്തൊക്കെയാണ് ഒളിപ്പോരാ നടത്തുന്നത് എന്ന് ഇന്നും വ്യക്തമായ ചിത്രമില്ല. ഇനി നടത്തുന്നത് മുഴുവൻ അയാളാണെന്നുള്ള ചിത്രവും ഉറപ്പൊന്നുമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ യുദ്ധം എന്നത് അനിവാര്യമായ ഘട്ടത്തിൽ ചെയ്യാവുന്നതാണ്. അത് ലോകം മുഴുവനും ചെയ്യുന്നുമുണ്ട്. അതിന്റെ ഇസ്ലാമിക മാനത്തിന് വളരെ ശക്തമായ കർശനമായ യുദ്ധ നിയമങ്ങൾ തന്നെ ഇസ്ലാമിലുണ്ട്. ആ യുദ്ധ നിയമങ്ങളെ പാലിക്കാത്ത യുദ്ധങ്ങൾ മുഴുവനും അനിസ്ലാമികമാണ്. ഏതൊരു ധാർമ്മികമായ പരിവേഷം അതിന് നൽകിയാൽ പോലും ഇസ്ലാം അത് അംഗീകരിക്കുകയില്ല എന്നതാണ് പരമാർത്ഥം. മേമൻ സഹോദരന്മാർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്ഫോടനം നടത്തി ആയിരക്കണക്കായ ആളുകൾക്ക് അപകടമുണ്ടായി. ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു ശൈലിയല്ല സത്യത്തിൽ. കാരണം നിരപരാധികളെ വധിക്കാൻ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം. അതാണ് ഇസ്ലാമിക യുദ്ധങ്ങൾ ഒന്നിരിക്കൽ വളരെ വസ്തുനിഷ്ഠമാണ് ഈ പറയുന്നത്. ഇനിയും സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഇസ്ലാമിക യുദ്ധങ്ങൾ നടത്തിയ സാഹചര്യം, ഒരു നാട്ടിൽ പോയി ഒന്നിലേക്ക് ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇസ്ലാമിന് കരം നൽകുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതൊരു ബലാത്കാരമല്ലേ? സത്യത്തിൽ ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുള്ളത് ചില ആദ്യം പ്രവാചക സന്ദേശത്തെ ഒരു നാട്ടിൽ സ്വതന്ത്രമായി പ്രചരിപ്പിക്കാനുള്ള ഒരാവശ്യം, ഒരു അർഹത എല്ലാ പ്രദേശങ്ങളും അയൽ നാടുകളിലേക്ക് ഇസ്ലാം കത്തയച്ചിരുന്നു. വളരെ ശ്രദ്ധിക്കണം. അതായത് ഇനി ആദ്യം ഇസ്ലാമിക ചരിത്രങ്ങളെ നമ്മളൊന്ന് പഠിക്കണം. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എല്ലാ പ്രദേശങ്ങളിലേക്കും ഇസ്ലാമിക പ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന പേരിൽ കത്തുകൾ അയച്ചിരുന്നു. ചില ആളുകൾ ആ കത്തിന് ഒരു തരം അനുഭാവപൂർവമായ മാർഗം സ്വീകരിച്ചു. ഉദാഹരണം, അലക്സാണ്ട്രിയൻ ചക്രവർത്തി മുഖൗഖിസ്, അയാൾ മുസ്ലിം ആയില്ലെങ്കിലും അയാൾ അതിനൊരു അനുഭാവ ശൈലിയാണ് അയാൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള പല രാജ്യങ്ങളും അത് സ്വീകരിച്ചു. നജാഷി രാജാവ് സ്വീകരിച്ചു, ഒരു അനുഭാവ ശൈലി സ്വീകരിച്ചു. നജാഷി മുസ്ലിം ആവുകയും ചെയ്തു. ചില പ്രദേശങ്ങളിലാകട്ടെ ഈ കത്തുകളും ഈ സന്ദേശങ്ങളും ഒക്കെ അവർ വളരെ കൂടുതൽ അവരെ ക്രുദ്ധരാക്കി. ഒരു നിലക്ക് ഇസ്ലാമിക പ്രചാരണത്തിന് ഒരു സ്വാതന്ത്ര്യവും നൽകുകയില്ല എന്ന രീതി അവർ സ്വീകരിച്ചു. അപ്പൊ മതപ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇസ്ലാമിക ലോകം യുദ്ധം ചെയ്തിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ അടിസ്ഥാനം. മതപ്രചാരണത്തിന്റെ സ്വാതന്ത്ര്യം മാത്രമാകുന്നു. അള്ളാഹുവിന്റെ മതം ഇവിടെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ ആയത്തിന്റെ തഫ്സീറിൽ എല്ലാ പണ്ഡിതന്മാരും അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനപരമായ സത്യത്തെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രധാനമായ ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം മതപ്രചാരണത്തിന്റെ സ്വാതന്ത്ര്യം നേടുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ വ്യക്തിപരമായ ഒരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു യാത്രക്കിടയിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വെച്ചൊരു വെള്ളം ലഭിച്ചു, ഒന്നുകൊടുക്കാൻ വെള്ളം ലഭിച്ചു. എവിടുന്നാണ് ഈ വെള്ളം എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ക്രിസ്തീയ വീട്ടിൽ നിന്നാണ് പറഞ്ഞു. അങ്ങനെ ആ ക്രിസ്തീയ വീട്ടിൽ പോയി നിങ്ങൾ ഇസ്ലാം ആവണമെന്ന നല്ല രൂപത്തിൽ ഇസ്ലാമിന്റെ ശൈലി അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ആവില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഷമത്തോടെ മടങ്ങിപ്പോയ എന്ന സംഭവം സീറത്ത് ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സംഭവമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ 2 മക്കൾ ക്രിസ്ത്യാനികളായിരുന്നു. എന്റെ മക്കളെ ക്രിസ്ത്യാനികളാകാൻ ഈ സ്വഹാബി നിർബന്ധിച്ചു. എന്നാൽ മക്കളാകട്ടെ മുസ്ലിംകളാകാൻ ഈ സ്വഹാബി നിർബന്ധിച്ചു. എന്നാലാകട്ടെ ഈ മക്കൾ മുസ്ലിംകളായില്ല. ബാപ്പയും മക്കളും തമ്മിൽ തർക്കമായി. ഞാൻ നിങ്ങൾ നബിയുടെ മുന്നിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. യാതൊരു നിർബന്ധവുമില്ല, നിങ്ങൾ സൗകര്യം പോലെ ചെയ്തേക്കൂ. അവർ ക്രിസ്തു മതത്തിൽ തുടർന്നു, മദീനയിൽ ജീവിക്കുകയും ചെയ്തു. അധികാരം മദീനയിൽ മുഹമ്മദ് നബിക്കായിരുന്നു. എന്നിട്ടും അവരെ നിർബന്ധിച്ചതുമില്ല. എന്നാൽ ഇസ്ലാമിക മതത്തിന്റെ പ്രചാരണം, ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, വെളിച്ചത്തിലേക്ക് ഒരാൾക്ക് വരാമെങ്കിൽ അയാളെ അതിന് അനുവദിക്കാത്ത ഇമ്പീരിയലിസ്റ്റ് ശൈലി, അതാണ് കിസ്റയോടും കൈസറോടും ഒരുപക്ഷെ ഖൈബറിനോടും ഒക്കെ ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുള്ള അതിനു വേണ്ടിയാ, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല. പോയിന്റ് നമ്പർ 3. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. മക്ക മുഹമ്മദ് നബി തങ്ങൾക്ക് അടിമപ്പെട്ട നാൾ, ഇത് നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു. അന്ന് അവരൊക്കെ മുഹമ്മദ് നബിക്ക് അടിമപ്പെട്ടിരുന്നു. നിങ്ങൾ മാന്യനാന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഹബു പൊയ്ക്കോളൂ, നിങ്ങൾ ഇന്ന് സ്വതന്ത്രനാന്ന് പറഞ്ഞു. അവരൊക്കെ പലരും വിശ്വസിച്ചു, പലരും വിശ്വസിച്ചതുമില്ല. വിശ്വസിക്കാതെ മടങ്ങിപ്പോയൊരു ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും വിശ്വസിച്ചിട്ടില്ല. പിന്നീട് അപ്പോൾ മടങ്ങുകയും പിന്നീട് വിശ്വസിക്കുകയും ചെയ്തവരുണ്ടായിരുന്നു. ഫുദാല പിന്നീടാ വിശ്വസിച്ചത്, വഹ്ശി പിന്നീടാണ് വിശ്വസിച്ചത്. അപ്പൊ അവരെ നിർബന്ധിച്ചിട്ടില്ല. എന്നാൽ ഇസ്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഒരു സ്വാതന്ത്ര്യം, നിങ്ങൾക്കൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയം ഇവിടെ തുടർന്ന് പറയാൻ ഞാൻ സ്വാതന്ത്ര്യം നൽകണം, അതെന്റെ ഒരു ബാധ്യതയാണ്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇസ്ലാം യുദ്ധം ചെയ്തത്. വ്യക്തിപരമായ ഒരു നിർബന്ധവും ഇസ്ലാമിലേക്ക് ഇല്ല തന്നെ. അത് വിശുദ്ധ ഖുർആൻ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടും ഉണ്ട്.